രാജസ്ഥാനിലെ വിഖ്യാതമായ അജ്മീർ ദർഗയിലും അവകാശവാദവുമായി ഹിന്ദുത്വ സംഘടന. ഖാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ മഖ്ബറയായ അജ്മീർ ദർഗ ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന വാദമാണ് ഹിന്ദുത്വ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. രാജസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഹാറാണ പ്രതാപ് സേനയാണ് ഈ വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദർഗയുടെ ചരിത്രം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഹാറാണ പ്രതാപ് സേന പ്രസിഡന്റ് രാജ്വർദ്ധൻ സിംഗ് പർമർ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയ്ക്ക് പരാതി നൽകി. അജ്മീർ ദർഗ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവും വിവിധ മതങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ആരാധനാ കേന്ദ്രവുമാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന്റെ തെളിവായാണ് ഇത് നിലകൊള്ളുന്നത്. എന്നാൽ സമീപകാലത്തായാണ് ദർഗയ്ക്ക് മേൽ ചില ഹിന്ദുത്വ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയത്. മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് പരാതി നൽകിയിരുന്നെങ്കിലും അവർ അവഗണിക്കുകയായിരുന്നു. അയോധ്യയിലും ഗ്യാൻവാപ്പിയിലും നടത്തിയതുപോലെ അജ്മീർ ദർഗയിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സർവേ നടത്തണമെന്നും പരാതിയിൽ പറയുന്നു. ഈ സ്ഥലം ഹിന്ദു ക്ഷേത്രമായിരുന്നെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളുണ്ടെന്നും അത് പിന്നീട് ഒരു ചരിത്ര കാലഘട്ടത്തിൽ മുസ്ലിം ആരാധനാലയമായി മാറ്റിയെന്നുമാണ് മഹാറാണ പ്രതാപ് സേന അവകാശപ്പെടുന്നത്. ഇതിനെ സ്വാധീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും പുരാവസ്തു കണ്ടെത്തലുകളും തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ഇവരുടെ അവകാശവാദം. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ സൂഫി വര്യൻ ബദറുദ്ദീൻ ഷായുടെ ദർഗയുടെ ഉടമസ്ഥാവകാശം ഹിന്ദുക്കൾക്ക് നൽകി ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു. തിങ്കളാഴ്ചയാണ് സിവിൽ ജഡ്ജി ശിവം ദ്വിവേദി മുസ്ലിം പക്ഷത്തിന്റെ ഹർജി തള്ളി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബാഗ്പത് ജില്ലയിലെ ബർണാവ ഗ്രാമത്തിലാണ് സൂഫി വര്യൻ ബദറുദ്ദീൻ ഷായുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 600 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 53 വർഷം മുമ്പാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട തർക്കം ആരംഭിച്ചത്. 1970-ൽ ഹിന്ദു വിഭാഗം ദർഗയ്ക്കകത്ത് അതിക്രമിച്ച് കയറി പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് ദർഗാ ഭാരവാഹിയായ മുഖീംഗൻ കോടതിയെ സമീപിച്ചു. ബാഗ്പതിലെ ഹിന്ദു പുരോഹിതൻ കൃഷ്ണദത്ത് മഹാരാജിനെയാണ് കേസിൽ പ്രതിയാക്കിയിരുന്നത്. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ലക്ഷഗൃഹം സ്ഥിതി ചെയ്ത സ്ഥലമാണിതെന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം. പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ദുര്യോധനൻ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് ലക്ഷഗൃഹം എന്നാണ് ഹിന്ദുമത വിശ്വാസം. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കേസിലെ നിർണായക വിധിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ലക്ഷഗൃഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും തങ്ങൾ കോടതിയിൽ സമർപ്പിച്ചെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിഭാഗത്തിന്റെ ഹർജി തള്ളിയതെന്നും ഹിന്ദു വിഭാഗത്തിനായി ഹാജരായ രൺവീർ സിംഗ് തോമർ പറഞ്ഞിരുന്നു. ഹർജി തള്ളപ്പെട്ടതോടെ കേസുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം വിഭാഗത്തിന്റെ നീക്കം. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് പ്രദേശം. ബദറുദ്ദീൻ ഷായുടെ ദർഗയുടെ ഉടമസ്ഥാവകാശം ഹിന്ദുക്കൾക്ക് നൽകിക്കൊണ്ടുള്ള ജില്ലാ കോടതിയുടെ ഉത്തരവിന്റെ ബലത്തിലാണ് അജ്മീർ ദർഗയിലും അവകാശവാദമുന്നയിച്ച് മഹാറാണ പ്രതാപ് സേന രംഗത്തെത്തിയത്. അവകാശവാദവുമായി ഹിന്ദുത്വ സംഘടന രംഗത്തെത്തിയതോടെ ദർഗയിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമാധാനം തകർക്കുന്ന നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്ന് മതരാഷ്ട്രീയ നേതാക്കളും ആഹ്വാനം ചെയ്തു.